നവമാധ്യമങ്ങളുടെ കുത്തൊഴുക്കിലും ബ്രാഹ്മണിയമ്മയ്ക്ക് ഏകാന്തതയുടെ വിരസതയകറ്റാൻ കൂട്ടായുള്ളത് റേഡിയോ തന്നെ. സമപ്രായക്കാരിൽ പലരും TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സമയം കളയാൻ വിനിയോഗിക്കുമ്പോഴും ബ്രാഹ്മണിയമ്മയ്ക്ക് വീട്ടിൽ തുണയായുള്ളത് റേഡിയോ മാത്രമാണ്. റേഡിയോ ദിനവുമായി ബന്ധപ്പെട്ട് സീസൺ പ്രതിനിധി ജയചന്ദ്രൻ ചത്തല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അല്ല ഭാസ്കരേട്ട, കണ്ടിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ? ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വൈകിടും. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാവരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. തിരുവിഴാംകുന്ന് എടത്തറ വീട്ടിൽ സാവിത്രി ബ്രാഹ്മണിയമ്മ 50 വർഷമായി റേഡിയോയെ തന്റെ സ്വന്തം കൂട്ടുകാരിയായി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട്. ഒട്ടുമിക്ക പരിപാടികളും സാവിത്രി ബ്രാഹ്മണിയമ്മ കേൾക്കുന്നുണ്ട്. രാവിലെയും ഉച്ചയ്ക്കുമാണ് കൂടുതലായും റേഡിയോ കേൾക്കുന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സാവിത്രി ബ്രാഹ്മണിയമ്മയ്ക്ക് തുണയായി റേഡിയോ ഉണ്ടാകും. റേഡിയോയിലെ പാട്ടുകൾ ഉറക്കെ വെച്ച് അത് ആസ്വദിക്കുകയാണ് സാവിത്രി ബ്രാഹ്മണിയമ്മ ചെയ്യുന്നത്. ഈ ചരിത്രഗാനം പ്രധാനമായിട്ട് കേട്ടിരുന്നത്. പിന്നെ മറ്റുള്ള പരിപാടികളൊക്കെ നമുക്ക് കുട്ടികളെ കാണാൻ സമയമൊന്നും കിട്ടുമില്ല. ഇതൊക്കെ ആയിട്ട് അങ്ങനെ പാട്ടുകൾ വലിയ ഇഷ്ടമാണ്. അത് കേൾക്കും. വയലും വീടും കേൾക്കും. വൈകുന്നേരമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ഒക്കെ കേൾക്കും. മാളിക്കുന്നിലെ മിലിറ്ററി ഉദ്യോഗസ്ഥനായ തുഞ്ചത്ത് പ്രഭാകരനിൽ നിന്നാണ് ആദ്യമായി ഒരു റേഡിയോ 450 രൂപ കൊടുത്ത് വാങ്ങുന്നത്. ആ റേഡിയോ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും നിധി പോലെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ കൃഷിയും മറ്റും ഉണ്ടായിരുന്ന സമയത്ത് വയലും വീടും പരിപാടി സ്ഥിരമായി കേൾക്കുന്ന ഒരു ശ്രോതാവായിരുന്നു സാവിത്രിയമ്മയും വീട്ടുകാരും. കൃഷിയിൽ നിന്നുള്ള നിരവധി അറിവുകളാണ് റേഡിയോയിലൂടെ തനിക്ക് ലഭിച്ചതെന്ന് സാവിത്രി ബ്രാഹ്മണിയമ്മ പറഞ്ഞു. ശബ്ദരേഖ വലിയ ഇഷ്ടമാണ്. അത് കേൾക്കാറുണ്ട്. വാർത്ത കേൾക്കാറുണ്ട്. ഭക്തിഗാനം കേൾക്കാറുണ്ട്. അധികം ഇഷ്ടം ചരിത്രഗാനമാണ്. അത് പഴയ പാട്ടുകളോടാണ് അധികം ഇഷ്ടം. കൃഷി ധാരാളം ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ. അതുപോലെ അതൊക്കെ നല്ലോണം വാഴയും നെൽകൃഷിയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഒക്കെ നല്ലപോലെ റേഡിയോയിൽ കേട്ടിട്ടുമുണ്ട്. ആദ്യകാലത്ത് റേഡിയോവിന് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കേണ്ടതുണ്ടായിരുന്നു. 15 രൂപയാണ് ഒരു വർഷത്തെ ഫീസ് നൽകിയിരുന്നത്. എന്നാൽ കാലക്രമേണ അത് ഇല്ലാതായി. വീട്ടിലിപ്പോൾ ഉപയോഗത്തിൽ 4 റേഡിയോ ഉണ്ടെങ്കിലും ഇക്കഴിഞ്ഞ ഓണത്തിന് തന്റെ മകളായ അനുശ്രീയിൽ നിന്ന് സമ്മാനമായി കിട്ടിയ റേഡിയോ തന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒന്നാണെന്ന് ബ്രാഹ്മണിയമ്മ പറഞ്ഞു. കൃഷിപാഠം വൈകുന്നേരം കേൾക്കാറുണ്ട്. അതിന് കുറേ ഞങ്ങൾക്ക് അറിവും പരിചയവും എല്ലാം കിട്ടി. കൃഷിഭവനായിട്ട് പരിചയപ്പെടാനും അനുഭവങ്ങളും പങ്കുവയ്ക്കാനൊക്കെ സാധിച്ചു. റേഡിയോവിൽ നിന്ന് ആദ്യകാലത്ത് സംഗീതം പഠിക്കാൻ വേണ്ടി പ്രത്യേക സമയത്ത് ലളിതഗാനം ഉണ്ടായിരുന്നു. ഇത്തരം ഗാനങ്ങൾ പഠിച്ചത് റേഡിയോവിൽ നിന്നാണെന്നും ബ്രാഹ്മണിയമ്മ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ മരണം അന്ന് ആദ്യമായി അറിഞ്ഞത് റേഡിയോയിലൂടെയാണ്. ഒരു കാലത്ത് വാർത്തകൾ അറിയാനുള്ള ഒരു മാധ്യമം കൂടിയായിരുന്നു റേഡിയോ. റേഡിയോവിന്റെ പ്രചാരണം എല്ലാ ആളുകളിലേക്കും എത്തണമെങ്കിൽ റേഡിയോ നന്നാക്കാനുള്ള ആളുകളുടെ സാധ്യതയും ഉണ്ടായാൽ മാത്രമേ ഈ ആശയം ഫലപ്രദമാകൂ എന്ന് റേഡിയോ ശ്രോതാവായ ദാമോദരൻ നമ്പീശൻ പറഞ്ഞു. പിന്നെ ആ കാലങ്ങളിലൊക്കെ ഈ റേഡിയോ എന്നുള്ളത് ഒരു അസുലഭ വസ്തു ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റേഡിയോ അവിടേക്ക് കൊണ്ടുപോവുകയും 1-2 ദിവസങ്ങൾ അവർ ഉപയോഗിച്ചതിന് ശേഷം വൈകുന്നേരങ്ങളിലൊക്കെ പാട്ട് കേട്ടും അതുപോലെ കല്യാണ ദിവസങ്ങളിലൊക്കെ പരിപാടികൾ ആസ്വദിച്ചും 1-2 ദിവസങ്ങളൊക്കെ റേഡിയോ ഉപയോഗിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് ഈ റേഡിയോ വീടുകളിലൂടെ സഞ്ചരിച്ച് മറ്റു ആളുകളിലേക്കും ഒരുപാട് ആനന്ദം പകർന്നു നൽകുന്നതിന് സഹായകരമായിട്ടുണ്ട്. മുൻപ് ഉപയോഗിച്ചിരുന്ന റേഡിയോ കേടുവന്നപ്പോൾ റേഡിയോ റിപ്പയർ ചെയ്യുന്ന ആളുകളുടെ അഭാവം സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ആരും റേഡിയോ കേടുവന്നാൽ അത് റിപ്പയർ ചെയ്യാൻ ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ്. പുതിയ റേഡിയോ വാങ്ങുക, ഉപയോഗിക്കുക, വലിച്ചെറിയുക, അങ്ങനെയുള്ളൊരു ടെൻഡൻസിയാണ് ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ അമ്മയ്ക്ക് റേഡിയോ എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു ഘടകമായതുകൊണ്ട് ഒരു സന്തസാചാരിയെ പോലെ കരുതുന്നത് കൊണ്ടുമൊക്കെ ഈ റേഡിയോ കേടുവന്നപ്പോൾ സമീപ പ്രദേശങ്ങളിൽ യോജ്യമായിട്ടുള്ള റേഡിയോ കിട്ടാതെ വരികയും റിപ്പയർ ചെയ്യാൻ ആളെ ലഭിക്കാതെ വരികയും ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ വിദൂര ഏതാണ്ട് നിലമ്പൂർ ഭാഗത്തു നിന്നാണ് ഈ പറഞ്ഞ 2 റേഡിയോകൾ ഇവിടെ വാങ്ങിയതും ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ റേഡിയോൻ്റെ ഒരു ജനസമിതി ഞങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇത് സത്യത്തിൽ എല്ലായിടങ്ങളിലും ലഭ്യമാകുന്ന ഒരവസ്ഥ, ഇതിൻ്റെ റിപ്പയർ പഠിച്ച് അതിൻ്റെ ആളുകൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് കൂടുതൽ ജനോപകാരപ്രദമാകുന്നത്. CCN ചത്തല്ലൂർ.